പ്രശ്നം? ഉസ്താദേ വാഴെല്ലാം കേൾക്കുമ്പോൾ നന്നാവണമെന്നുണ്ട്, എന്നിട്ടോ നടക്കുന്നില്ല. 2 ദിവസം ഉണ്ടാവും അതിന്റെ വോൾട്ടേജ് പിന്നെ കണക്കന്നെ. സ്വലാത്തിൽ എത്ര ചൊല്ലാൻ തുടങ്ങി, ഒരു 5 എണ്ണം ചൊല്ലുമ്പോഴേക്ക് എന്തൊക്കെ ഫോൺ വരും. അങ്ങനെ ഇങ്ങനെ ഇബാദത്ത് മുടങ്ങിക്കൊണ്ടിരിക്കും. ചിലർ പറയുന്നുണ്ടല്ലേ ഒന്നും ശീലാക്കാൻ കഴിയുന്നില്ല ഉസ്താദേ, മറവിക്ക് എന്തൊക്കെ മരുന്നുണ്ടാകും. അലം നശ്റൂദിയാ മതി. പിറ്റത്തെ ആഴ്ച അയാൾ എന്നെ കണ്ടാൽ പറയും അതും മറന്നുപോയി, എന്നൊരു ബത്തൊക്കെ തലക്കെട്ടാൽ മതി, എന്നാൽ പിന്നെ തീർന്ന് പ്രശ്നം തീരും. എല്ലാം മറന്നു പോവാ. നമ്മൾ ഫുഡ് കഴിക്കാൻ മറക്കല്ലോ, ഡ്രസ് ഇടാൻ മറക്കല്ലോ. എന്ന് പറഞ്ഞാൽ ഹലാലാണ് കഴിക്കുന്ന ഉറപ്പുവരുത്തിയാൽ മതി. അതാണ് ഒന്നാമത്തെ പ്രതീക്ഷ. 2, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് കിട്ടാൻ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തേണ്ട രണ്ടാമത്തെ വഴി പരമാവധി ജീവിതത്തിൽ തെറ്റ് ചെയ്യാതെ. അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് ഗീബത്ത് പറയാതിരിക്കുക എന്ന് പറയുന്നത്, പറയാനുള്ള എല്ലാ ചാൻസും കിട്ടി പറയാതിരിക്കുക 1000കണക്കിന് ഹജ്ജ് ചെയ്ത കൂലിയാണ്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? അത് കുറച്ച് ഉസ്താദിന്റെ വക കൂട്ടിയതാണ് അല്ലെ? 1000കണക്കിന് ഹജ്ജിന്റെ കൂലിയൊക്കെ ഒരു ഗീബത്ത് ഒഴിവാക്കിയാൽ കിട്ടും. ആദ്യം കിട്ടുവേ. അതിനല്ലേ തീക്കനൽ കയ്യിൽ പിടിക്കുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ക്യാമ്പസിൽ മുത്തഖിയായിട്ട് ജീവിക്കാൻ. ഈ കാലത്തെ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ഒരാളുടെ തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അതല്ലേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിസ്കരിക്കാനും നോമനുഷ്ഠിക്കാനും സുഹൃത്തുക്കൾ ചെയ്യാനും എല്ലാവർക്കും കഴിയും. തെറ്റിന് ചാൻസ് കിട്ടിയിട്ട് മാറി നിൽക്കാൻ അത് അള്ളാഹുവിന്റെ സിദ്ദീഖീങ്ങൾക്ക് ഇഷ്ടക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ.